പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ഈ റബീഉൽ അവ്വൽ മാസം, അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഒരുപാട് സ്വലാത്തുകളൊക്കെ പരിചയപ്പെടാറുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വലാത്തു തഫ്ജീരിയ എന്നാണ് ആ സ്വലാത്തിന്റെ പേര്. ആ സ്വലാത്ത് നമ്മൾക്ക് സ്ഥിരമായി നമ്മൾ ഓതുന്ന സ്വലാത്ത് കൂടിയാണ്. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഏകദേശം 15ഓളം വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. ആ സ്വലാത്ത് എങ്ങനെയൊക്കെ ഓതിയാൽ, ഏത് സമയത്ത് ഓതിയാൽ അത് ഗുണം നമുക്ക് കിട്ടും, അതൊക്കെ നമുക്കൊന്ന് പഠിക്കാം. കൂടാതെ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, 2 കാര്യം. ആ 2 കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്ന ചെറിയൊരു വാക്കുണ്ട്, ചെറുതൊരു വാക്ക്. ആ വാക്ക് പറഞ്ഞാൽ 70 രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല നമുക്ക് കാവൽ തരും. എങ്ങനെ? നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന 2 കാര്യം. ആ 2 കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ചെറിയ ഒരു വാക്കുണ്ട്. ആ വാക്ക് പറഞ്ഞാൽ 70 രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നല്ല ഇസ്സത്തോടെ, അഭിമാനത്തോടെ, ഈമാനോടെ ജീവിച്ച്, ഇഖ്ലാസോടെ, തഖ്വയോടെ ജീവിച്ച് അവസാനം കെലിമ ചൊല്ലി മരിക്കാൻ റബ്ബ് തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രതകളേറെ നിറഞ്ഞ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലുന്ന മൗലിദ് പാരായണം, മറ്റ് സ്വലാത്തുകൾ, ദിക്ർ, ഔറാദുകൾ, എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ രാവിലത്തെ വീഡിയോയിൽ ചില സ്വലാത്തുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു അല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോൾ റബീഉൽ അവ്വൽ 12 ഒക്കെ ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്നു. അപ്പോൾ റബീഉൽ അവ്വൽ 12 നബിദിനത്തിന്റെ ആ ഒരു ദിവസം വരെയൊക്കെ നമുക്ക് നമ്മുടെ രാവിലത്തെ ക്ലാസ്സുകളിൽ, എല്ലാ ക്ലാസ്സുമല്ല മിക്ക ക്ലാസ്സുകളിലും ഓരോ സ്വലാത്ത് പരിചയപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോ സ്വലാത്ത്, നമുക്കറിയാവുന്ന സ്വലാത്താണ്, നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്തുകളുടെയൊക്കെ ചില ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. ഇന്നിപ്പോ നാരിയത്ത് സ്വലാത്ത് നമ്മളൊക്കെ ചൊല്ലാറുണ്ട് അല്ലെ? നാരിയത്ത് സ്വലാത്ത്, ഒരുപാട് പേരുകൾ ആ സ്വലാത്തിനുണ്ട്. നാരിയത്ത് സ്വലാത്ത് എന്ന് മാത്രമല്ല, അതിന് അസ്വലാത്തുൽ ഖുർത്തുബി എന്ന് പേരുണ്ട്, അസ്വലാത്തുൽ നാരിയ എന്ന് പേരുണ്ട്, സ്വലാത്തു തഫ്ജീരിയ എന്ന് ഈ സ്വലാത്തിന് പേരുണ്ട്, പിന്നെ അസ്വലാത്തു മിഫ്താഹുൽ കൻസ്, അങ്ങനെ തുടങ്ങി നിരവധി അനവധി പേരുകളിൽ അറിയപ്പെടുന്ന സ്വലാത്താണ്. നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലേണ്ട, പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അൽഹംദുലില്ലാ, നമുക്ക് ഒരു വട്ടം ആ നാരിയത്ത് സ്വലാത്ത് ഒന്ന് ചൊല്ലിയാലോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. നമുക്ക് ഒരു വട്ടം കൂടി ഈ സ്വലാത്തു നാരിയ ചൊല്ലാം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമു വയുസ്തസ്ഖൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും റബ്ബ് മാറ്റി തരുമാറാവട്ടെ അല്ലെ? തീ പാറുന്ന വേഗതയിൽ അല്ലെ? തീ എങ്ങനെയാ പാറുക അല്ലെ? ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ആളിക്കത്തൂലേ? ആളിക്കത്തുന്ന തീയിന്റെ ആ വലിയ തീജ്വാലകൾ, ആ ജ്വാലകൾ കണക്കെ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മാറ്റി വലിയ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്.
എന്നാൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കപ്പെട്ട ഒരു സ്വലാത്തും കൂടിയാണ് ഈ നാരിയത്ത് സ്വലാത്ത്. പലരും പറയുന്നു സ്വലാത്തു നാരിയ അത് ചൊല്ലാൻ പാടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊള്ളൂല എന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നവർ പറയട്ടെ, അത് അവർക്ക് അവരുടേതായ ന്യായമുണ്ടാകും. നമ്മളങ്ങോട്ട് കിടക്കുന്നില്ല. സ്വലാത്തു നാരിയ മഹാനായ മുഹമ്മദ് ഹക്കി റഹ്മഹുല്ല അവിടുത്തെ ഖസീനത്തുൽ അസ്റാറിൽ, അതുപോലെ തന്നെ മഹാനായ ഇമാം ബഗ്ലാനി തങ്ങൾ അൻ നസ്സുർ റഹ്മാൻ എന്ന കിതാബിൽ, അതുപോലെ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ സആദത്തുദ് ദാറൈനിൽ, അതുപോലെ നിരവധി അനവധി ഇമാമുമാരൊക്കെ അവരുടെ കിതാബുകളിൽ കൊണ്ടുവന്ന ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാരിയത്തു സ്വലാത്തിന്റെ 1-2 ഗുണങ്ങളൊന്ന് കേട്ടാലോ. ഒന്നാമതായി, നമ്മുടെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 11 വട്ടം ഈ ഒരു നാരിയത്തു സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ റിസ്ക് അല്ലാഹു തആല തടയൂല, അവനിക്ക് കൊടുക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭക്ഷണം, വീട്, നമ്മുടെ വാഹനം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, ബാക്കി എല്ലാ കാര്യങ്ങളും, നമ്മുടെ വസ്ത്രമാവട്ടെ വീടാവട്ടെ എല്ലാ കാര്യങ്ങളുമാണ് ഈ റിസ്ക് എന്ന് പറയുക. ആ റിസ്ക്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ തടയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ രോഗങ്ങൾ മാറാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് നാരിയത്തു സ്വലാത്ത്. രോഗങ്ങൾ മാറാൻ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചിട്ട് അതിൻ്റെ ചികിത്സയൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ നാരിയത്തു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് അവരുടെ രോഗങ്ങളൊക്കെ മാറിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പലർക്കും പറയാനുണ്ടാകും. നാരിയത്തു സ്വലാത്ത് രോഗശമനമാണ്, ഒരു ശസ്ത്രക്രിയക്ക് തുല്യമായ ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. കാരണം ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം തീരാത്ത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ മാറാ രോഗങ്ങളൊക്കെ നാരിയത്തു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് മാറിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ മഹത്തുക്കൾക്ക് പറയാനുണ്ട്. പിന്നെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, ഇപ്പോൾ നമ്മുടെ ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒരു പ്രയാസമുള്ള രോഗമാണ് ഈ കുഷ്ഠരോഗം, ജുദാം എന്ന് പറയും, കുഷ്ഠരോഗം. അതുപോലെ പ്ലേഗ് രോഗം, കോളറ, അതുപോലെ തന്നെ വസൂരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രോഗങ്ങൾ മുമ്പ് പണ്ട് കാലങ്ങളിൽ വ്യാപിച്ചിരുന്നു. ഈ കുഷ്ഠരോഗം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസം. അതായത് നമ്മുടെ ശരീരത്തിലെ മാംസങ്ങളൊക്കെ അടർന്നു പോകുന്ന ഒരു തരം രോഗമാണ്. ശരീരത്തിന്റെ മാംസങ്ങളൊക്കെ അടർന്നു പോകുന്ന രോഗം വന്നാൽ തന്നെ അയാളുടെ മുഖം എന്താണ് വികൃതമായി പോകുന്ന ഒരു അസുഖമാണ് ഈ പ്ലേഗ് രോഗം, അതുപോലെ തന്നെ കുഷ്ഠരോഗമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ കാവൽ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോഴല്ല 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പറഞ്ഞു തന്ന ഒരു സിമ്പിൾ കാര്യമുണ്ട്. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ അത്വസ ഔ തജസ്സ ഫഖാല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ദഫഅല്ലാഹു 70 താഅനാൻ. 70 രോഗങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് കുഷ്ഠരോഗം. ആ കുഷ്ഠരോഗം ഉൾപ്പെടെ 70 രോഗങ്ങൾക്കുള്ള മരുന്നാണ്, അല്ലെങ്കിൽ ആ രോഗങ്ങൾ വരാതെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഒരു വാക്കാണ്. ഏതാണ് ആ വാക്ക്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന വാക്കാണ്. എന്താണ്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന വാക്ക്. ഈ വാക്ക് എപ്പോഴാ പറയേണ്ടത്? ഏത് സമയത്തും പറയാം. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഈ ഹദീസിൽ കാണുന്നത് മൻ ആത്വസ, ഒരാൾ തുമ്മിയാൽ, അതുപോലെ തന്നെ ഔ തജസ്സ, ഒരാൾ ഏമ്പക്കം വിട്ടാൽ. പല നാട്ടിലും പല പേരായിരിക്കും പറയുക, ഏമ്പക്കം വിടുക എന്ന് പറയില്ലേ. നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ എന്നും പറഞ്ഞ ഒരു ശബ്ദം വരും. അതായത് വയറിന്റെ ഉള്ളിലുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണ്. അതായത് വയറ് നിറഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്തായി, മതിയായി ഭക്ഷണം ഏകദേശം വയറിനുള്ളതായിട്ടുണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ് ഒരുപക്ഷെ നമ്മുടെ ശരീരം പുറത്തേക്ക് വിടുന്ന ആ ഗ്യാസ്. അപ്പൊ അത് ഇപ്പൊ ഒരാള് ഒന്നും കഴിക്കാനില്ലാതെ ആകുമ്പോൾ ഒരാൾ ഏമ്പക്കം വിടൂലല്ലോ. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴല്ലേ ആ ഒരു വലിയ റാഹത്ത് ഉണ്ടാകുമ്പോഴല്ലേ ഈ ഏമ്പക്കം വരിക. അപ്പോൾ ആ സമയത്തും തുമ്മുന്ന സമയത്തും ഒരാൾ ഈ പുണ്യമായ വചനം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന വാക്ക് പറഞ്ഞാൽ അവനിക്ക് എന്താണ് കിട്ടുന്ന നേട്ടം? ദഫഅല്ലാഹു 70 രോഗങ്ങളെ തൊട്ടുള്ള കാവൽ അവനിക്ക് കൊടുക്കുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണിത്. ഇതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തുമ്മുമ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഏമ്പക്കം വിടുന്ന സമയത്ത് ഈ അൽഹംദുലില്ലാഹ് പറയാൻ മറന്നു പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മറക്കരുത്, ഞാനും മറക്കരുത്, നമ്മൾ ആരും മറക്കരുത്. ഏമ്പക്കം വന്നാൽ എന്ന് പറഞ്ഞു നമുക്ക് ആ ഒരു ഗ്യാസ് പുറത്തേക്ക് പോയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് ആ ഒരു പുണ്യമായ വചനം പറയാൻ മറന്നു പോകരുത്. പറഞ്ഞാൽ എന്ത് കിട്ടും? 70 രോഗങ്ങൾ. ആ രോഗങ്ങളിൽ തലവേദന ഉണ്ട്, കാലുവേദന, ശരീരവേദന, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം അതിൽപ്പെടും. 70 രോഗങ്ങൾക്കുള്ള ഒരു ഷിഫാഇന്റെ മന്ത്രമാണ് ഈ ഒരു വാചകം. അതുകൊണ്ട് അത് ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഈ നമ്മുടെ ഉമ്മമാരെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം ഇല്ലാത്ത സമയത്ത് ഒരു വാചകം പറയൽ പ്രത്യേകം നല്ലതാണ്. മഹദിമാരായ സ്വഹാബി വനിതകൾ അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നു. അവർക്ക് ഒരുപാട് നേട്ടം അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അത് പറഞ്ഞത്. ഏതാണത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇത് വളരെ പുണ്യമുള്ള
എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പറയണം. അവരുടെ നമസ്കാരമില്ലാത്ത ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ദിക്ർ പറയുമ്പോൾ തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടൊരു ദുആ പഠിച്ചില്ലേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്തെങ്കിലും ഒരു നമുക്ക് സന്തോഷമുള്ളൊരു വാക്ക് കേട്ടാൽ, ഒരു വാർത്ത കേട്ടാൽ അപ്പോൾ തന്നെ ഈ ഒരു ദിക്ർ പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഏതാണ്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന പുണ്യമായ ആ ഒരു ദിക്ർ മറന്നു പോകരുത് പറയാൻ. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ നാരിയത്തു സ്വലാത്തിനെ പറ്റിയാണ്. അപ്പോൾ രോഗങ്ങൾക്കുള്ള ഷിഫായാണ് നാരിയത്തു സ്വലാത്ത്. 41 തവണ ഒരു മനുഷ്യൻ ഇത് എല്ലാ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വിഷമ പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹു തആല മാറ്റി കൊടുക്കും. മാത്രമല്ല 313 തവണ മുർസലീങ്ങളുടെ എണ്ണം 313, അത് ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സഫലീകരിച്ചു തരും. പിന്നെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് എണ്ണം പറയുന്നത് 4444 ആണ്. 4444 പ്രാവശ്യം നാരിയത്തു സ്വലാത്ത് ഓതി ഒരാളല്ല, കുറെ ആളുകൾ കൂടിയിരുന്ന് ഓതിയാലും മതി. അയാളുടെ എന്താണോ മുറാദ്, എന്താണ് ആവശ്യം, അത് അല്ലാഹു തആല നിറവേറ്റി തരും. പിന്നെ 1000 തവണ ഒരാൾ ഓതുകയാണെങ്കിൽ കള്ളക്കേസ്, സിഹർ, മാരണം, കൂടോത്രം, അസൂയ, കണ്ണേർ അതിനെ തൊട്ടൊക്കെ കാവൽ കിട്ടും. പിന്നെ എല്ലാ ദിവസവും ഓതിയാൽ ടെൻഷൻ മാറും, അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടും, നമ്മുടെ പദവികൾ ഉയരും, ദാരിദ്ര്യം മാറും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടും. ദുനിയാവിൽ തന്നെ ഒരുപാട് നമ്മുടെ 30-ലധികം വരുന്ന ആവശ്യങ്ങൾ ഓരോ ദിവസവും ഇത് ചൊല്ലുമ്പോൾ നമുക്ക് അല്ലാഹു തആല നിറവേറ്റി തരും. ഇങ്ങനെ നിരവധി പ്രതിഫലങ്ങൾ ഇതിലുണ്ട്. ഏകദേശം 10-15ഓളം പ്രതിഫലങ്ങളാണ് ഈ നാരിയത്തു സ്വലാത്ത് ഒരു മനുഷ്യൻ സ്ഥിരമായി ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തുകളൊന്നും മറന്നു പോകരുത്. എപ്പോഴും പരമാവധി ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലുക. പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട്, നാരിയത്തു സ്വലാത്ത്, അതുപോലെ താജു സ്വലാത്ത്, സ്വലാത്തുൽ ആദദ്, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പറ്റുന്നത് പോലെ ചൊല്ലുക. പറ്റുന്ന പോലെ എന്നല്ല, നമ്മൾ നിർബന്ധ ബുദ്ധിയാ ചൊല്ലുക. പിന്നെ മൗലിദിന്റെ സദസ്സ് നമ്മുടെ ചാനലിലുണ്ട്, അത് എല്ലാ ദിവസവും നിങ്ങൾ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ വീട്ടിൽ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കാൻ മറന്നു പോകരുത്. റബീഉൽ അവ്വൽ 12 വരാനിരിക്കുമല്ലേ, അതിനു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു മൗലിദിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ പറ്റിയത് ഖൈറാൻ. അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 30 മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ദിവസം വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ട്, ഓണത്തിന്റെ വെക്കേഷനൊക്കെ വരുന്നു അല്ലേ, വെക്കേഷനിലേക്ക് കടന്നു പലരും, പരീക്ഷകളൊക്കെ ചില ആളുകൾക്ക് നടക്കാനുണ്ട്, പലരുടെയും കഴിഞ്ഞു, അങ്ങനെ പല പല ഇതിലാണ് പോകുന്നത്. എന്തുമാവട്ടെ, ഓണത്തിന്റെ വെക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് മൗലിദ് സദസ്സ് ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാൻ വിട്ടുപോകണ്ട. പള്ളിയിൽ പുരുഷന്മാർ പോയി മൗലിദിന്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ കാര്യത്തിലും സലാമത്തും ബർക്കത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ഇന്ന് അഷ്റക ബൈത്ത്, യാ നബി സലാം അലൈക്കും എന്ന് തുടങ്ങുന്ന ബൈത്തില്ലേ, അതിന്റെ ഏതാനും കുറച്ച് വരികൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ബാക്കി നാളെ മറ്റന്നാളെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് അഷ്റക ബൈത്ത് ഒന്ന് ചൊല്ലി തീർക്കാം. ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ബൈത്താണ് അഷ്റക ബൈത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഒന്ന് ചൊല്ലിയാലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബൈത്ത് ചൊല്ലുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് റബ്ബ് തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്തവരായ ആരുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി ഖൈറും ബറക്കത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ റബ്ബ് തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊന്ന് ചൊല്ലിയാലോ, എല്ലാവരും ചൊല്ലിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും. അശ്റകൽ ബദ്റു അലൈനാ فاخدفت منه البدور مثل حسنك ما رأينا قط يا وجه سروري. ചൊല്ല് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം عليكم صلوات الله عليكم. أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري. يا نبي سلام عليكم
യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ ഇമാമൽ ഖിബ്ലതൈനി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും من رأى وجهك يسعد يا كريم الوالدين حوضك صافي المبارك وردنا يوم النشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم الحمد لله. അള്ളാഹു താല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ അഷ്റക്ക ബൈത്തിന്റെ ഒരല്പം നമ്മൾ ഓതിയിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പാരായണം ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ ദുആയും നമ്മുടെ മൗലിദും നമ്മുടെ സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ എന്തെല്ലാം മുറാദുകളുണ്ടോ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു തആല നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല അത് സഫലീകരിച്ച് തരുമാറാവട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്ലിസിലുണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞോ അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദ് അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.